Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 5 എപ്പിസോഡ് 7 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് എന്തായാലും ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ പ്രൊഫസർ ഗ്ലോറിയായിട്ട് ഓടി വന്ന് ആർ തന്നെ കെട്ടിപ്പിടിക്കാനുണ്ടായത്. ഇത് കണ്ടപ്പോൾ അവന് ശരിക്കും ഞെട്ടി. എന്നിട്ട് പറയുകയും ചെയ്യും, ജനറൽ, താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. പ്ലീസ് എന്നെ ജസ്റ്റ് ആർ തന്നെ വിളിച്ചാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ വാൻസി എന്ന് മാത്രം വിളിച്ചാൽ മതി. ഓ അങ്ങനെയാണോ? അല്ല വാൻസി, എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ വന്ന് നിപ്പോണ്ട്. ആ ടൈമിൽ തന്നെ ആൾ പറയുകയും ചെയ്യും, കറൻലി എൻ്റെ ഡിവിഷൻ ഒരു സ്മോളർ സൈഡിലാണ് ഉള്ളത്. അവിടെ ഏകദേശം 20 സ്കിൽഡ് കോൺജേഴ്സ് ഉണ്ട്, 10 ലോങ് റേഞ്ച് അജുമിനേറ്റേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല അവരുടെ കൂടെ തന്നെ കുറച്ചധികം ഭടന്മാരും ഉണ്ട്. അവരെല്ലാവരും നോൺ മേജ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണ്. ക്യാപ്റ്റൻ ഔഡിയറും പുള്ളിക്കാരുടെ ഡിവിഷനും ഇപ്പം മേബേണിൽ നിന്ന് നേരെ ടെലിമോറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ആ ഷിപ്സിനൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഷിപ്സിനെ സൗത്ത് സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ല, ആ ആലാക്രിൽ നായകൾക്ക് നീന്ത വലിയ പരിപാടി കോസ്റ്റിൽ ഒപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അത് വർക്കാകുമോ? അതെന്തായാലും സ്ലോ ഡൗൺ ചെയ്യുമായിരിക്കും. നമുക്ക് ലക്കുണ്ടെങ്കിൽ 2-3 ഷിപ്സിനെ സിങ്ക് ചെയ്യുമായിരിക്കും. ഓ അത്രയുള്ളല്ലേ? എനിക്കത് കാണാൻ പറ്റാത്തതിൽ ചെറിയ ഇതുണ്ട്. അല്ല ജനറൽ, ഇത് വേണോ? വേണ്ട, ഞാനിപ്പോഴും ഒരു മൈനറാണ്. ഓ മൈനറാ? ഒരു വാറല്ലേ? അപ്പോൾ ഇത് കുറച്ചൊക്കെ എങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് ആർത്തറട്ടെ അതെടുത്ത് കുടിക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ നമ്മുടെ സിൽവി പറയുകയും ചെയ്യും, ഈ ബാറ്റിലിന് മുമ്പ് തന്നെ ഇതൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? കുഴപ്പമൊന്നുമില്ല സിൽവി, ഇത് ജസ്റ്റ് 1 സിപ്പ് അല്ലേ. കമൻഡർ റൂറിയ എന്നോട് പറഞ്ഞിരുന്നു നീ ഫ്രണ്ട് ലൈനിൽ പോയി സംസാരിക്കണമെന്ന്. കാര്യം ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ ആകുമല്ലോ. ഈ സമയത്ത് സിൽവി ഒരു കാര്യം കൂടെ നമ്മുടെ ആർത്തനെടുക്കെ പറയാം. ഒരു ബോണ്ടെന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും നിന്നെ ഇത്രയധികം റിലേ ചെയ്യുന്നത് എനിക്കതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. ഫുള്ള് നിന്റെ തലയിലായിട്ടാണ് വരുന്നത്. അങ്ങനെ അന്നേ ദിവസം കടന്നുപോയി. വൈകുന്നേരം ആയപ്പോൾ ആർത്തർ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ആ ഒരു പടം പറയുന്നുണ്ട്, ജനറൽ മിണ്ടല്ലേ, ഞാൻ ആരും അറിയാതല്ല വന്നെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ മുന്നിലേക്ക് നടക്കുവാണ്. ആ സമയത്ത് അവിടെ 2 പേർ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പോയി ചോദിക്കുന്നുണ്ട്, അല്ല നേരത്തെ ആരാണ് വിജയിച്ചത്? കാര്യം ഇവരായിരുന്നു നേരത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ കെൻഡ്രായിരുന്നു. അവൾ കുറേ തവണ മത്സരിച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് ജയിച്ചത്. ഇപ്പം ജയിച്ചില്ലേ, ഇനി അങ്ങോട്ട് ജയം മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ പേര് ജോൺ എന്നാണ്, എൻ്റെ ഇവളുടെ പേര് കെട്രി എന്നാണ്. അല്ല, നീ ന്യൂ റിക്രൂട്ടാണോ? ന്യൂ റിക്രൂട്ട്? അങ്ങനെയും പറയാം. എൻ്റെ പേര് ആർത്തർ എന്നാണ്. ആർത്തർ, നിന്നെ വെച്ച് ജഡ്ജ് ചെയ്യാൻ നേരത്ത് നീ എന്തായാലും ഈ ഫൈറ്റ്സൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ് തോന്നുന്നത്. സത്യം ഇപ്പോൾ ഓഫണായിട്ട് ഇവിടെ ഫൈറ്റ്സൊക്കെ നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ. ആ സമയത്ത് തന്നെ അവിടെ നടക്കുന്ന ഫൈറ്റിനൊക്കെ അവർ നേരെ കൂവി വിളിക്കുന്നൊക്കെ ഉണ്ട്. കെട്രി, നിൻ്റെ എന്തായാലും എക്സ്ട്രാ ട്രെയിനിങ് ശരിക്കും പേ ഓഫ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. ആ ടൈമിൽ തന്നെ അവൻ പറഞ്ഞു, അതുകൊള്ളാം, നീ എന്താ ബ്ലഷ് ചെയ്യുവാണോ? പിന്നെ അങ്ങനെയൊന്നുമില്ല, ഈ ന്യൂ റിക്രൂട്ട്സിനൊക്കെ കൊള്ളാൻ കേട്ടോ. അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിപ്പെൻഡഡ് ആണെന്ന് സിൽവി പറയും ചെയ്യും. ശരിയാണ്, അവർ അത്യാവശ്യം ക്ലോസും ആണ്. ആ ടൈമിലാണ് ഒരുത്തൻ ആർത്തൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് പറയും ചെയ്യും, കണ്ടൻ ബംകിൻ, നീ ഇങ്ങോട്ട് പുറത്തേക്ക് വാ, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ. ഈ സമയത്ത് തന്നെ ആർത്തർ പറയുന്നുണ്ട്, അപ്പോൾ എന്നെ കണ്ട കൺട്രി സൈഡിലാണെന്ന് പറയുമല്ലേ. ആ സമയത്ത് അവൾ വന്നിട്ട് പറയും ചെയ്യും, നീ എന്നെ കാണിക്കേണ്ട ഹെഡ്രിക്, അവൻ ഫ്രഷ് റിക്രൂട്ടാണ്, നിനക്ക് മറ്റാരെയും കിട്ടിയൊന്നുമില്ലേ? നീ നിന്റെ കളത്തിലുള്ള ആരെങ്കിലും പോയി തല്ലാൻ നോക്ക്, അല്ലാതെ ഫ്രഷ് റിക്രൂട്ടിനല്ല വരേണ്ടത്. ആ സമയത്ത് ആർത്തർ പതൊക്കെ എഴുന്നേറ്റ് പറയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ഇതെന്തായാലും ഒരു ഫണ്ണല്ലേ, ഞാൻ നോക്കുന്നതായിരിക്കും. അതെ, ഇത് ഫണ്ണാണ്, നീ പുതിയ റിക്രൂട്ടല്ലേ, നിനക്ക് കുറച്ചധികം വിദ്യകൾ ഞാനിന്ന് പറഞ്ഞു തരാം. നൈസ് ടു മീറ്റ് യു ഹെഡ്രിക്, എൻ്റെ പേര് ആർത്തർ എന്നായിരുന്നു. ഓക്കെ ആർത്തർ, ഇതാണ് നിന്റെ ഫസ്റ്റ് ടിപ്പ്. എന്നിട്ട് പെട്ടെന്ന് ആർത്തറിനെ അവൻ വലിക്കുന്നുണ്ട്. ഒരിക്കലും നിന്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞു ആർത്തറിൻ്റെ മുഖത്ത് നോക്കി ഒരു നല്ലൊരു ഇടി വെച്ച് കൊടുക്കും. പക്ഷെ ആർത്തർ അവിടെ തന്നെ നിൽക്കും. ഈ സമയത്ത് അവൻ ആലോചിക്കുന്നുണ്ട്, ഇതെന്താ അധികം ദൂരം പോയില്ലല്ലോ, നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് അവൻ പറയും ചെയ്യും, നീ ശരിക്കും ലക്കിയാണ്, ഞാൻ ഹോൾഡ് ബാക്ക് ചെയ്തില്ല എന്നെങ്കിൽ നീ പറന്നു പോയെന്നോ. എന്തായാലും ആ ആലക്രം പോസ്റ്റേഴ്സ് നിന്റെ അടുക്ക് ഈസി ആയിട്ട് വരുത്തരുതെന്ന് പറഞ്ഞിട്ട് അവൻ ചാടി ആർത്തൻ്റെ നേരെ വരാൻ നേരത്ത് ആർത്തർ ജസ്റ്റ് അവൻ്റെ മുഖത്ത് കയറി തൻ്റെ കൈ പിടിച്ചിട്ട് ഒരൊറ്റ ഇടി അങ്ങോട്ട് വെച്ച് കൊടുക്കും. നെക്സ്റ്റ് സെക്കൻഡ് മച്ചൻ 3-4 തവണ താഴത്തൊന്ന് കുത്തി തെറിച്ച് ഒരു ദൂരത്ത് പോയി വീഴുകയും. ഇത് കാണാൻ നേരത്ത് എല്ലാവരും കിടന്ന് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും എൻ്റെ മാന ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് അവന് കൊടുത്തത്. പക്ഷേ അവൻ ഇത്ര ദൂരം പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
എനിക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് ഹെറിക്കിനെ നന്നായിട്ട് ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നിന്റെ അടുത്തേക്ക് വരാം. നീയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഞാനൊരു സ്റ്റാഫ് ഫൈറ്റിംഗ് ആണ് കേട്ടോ. നിനക്ക് പറ്റുന്ന വെപ്പൺ നീ എന്തായാലും ചൂസ് ചെയ്തോളൂ. ഇതും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണാണ് ഇത്തവണ ആർത്തന്റെ നേരെ വന്നത്. ആ സമയത്ത് ആർത്തർ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, എൻ്റെ വെപ്പൺ എൻ്റെ കയ്യിലില്ല, അതെൻ്റെ സ്പിത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണോ എടാ, ആരെങ്കിലും ഒരു വെപ്പൺ കൊടുത്തെന്ന് പറയുന്ന അടുത്ത സെക്കൻഡ് ആർത്തൻ്റെ കയ്യിലേക്ക് ഒരു വെപ്പൺ പറ്റി അവൾ അടുത്ത സെക്കൻഡ് തന്നെ ആർത്തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ്ലി തന്നെ അവൾ കുറേയധികം അറ്റാക്ക് ആർത്തൻ്റെ നേരെ ചെയ്യും. ഈ സമയത്ത് ആൾ പറഞ്ഞു, നീ എന്തായാലും ഒരു ന്യൂ റിക്രൂട്ടർ ഒന്നുമല്ല. ഈ ടൈമിൽ ആർത്തർ ഓൾമോസ്റ്റ് മിക്ക അറ്റാക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ മാനെ കൺട്രോൾ എന്തായാലും എക്സലൻ്റ് ആണ്. ഹെറിക്കിനെ വെച്ച് നോക്കാനത് ഇവൾ ശരിക്കും ഒരു ഡിഫറൻ്റ് ആയുള്ള ടയറിൽ തന്നെയാണുള്ളത്. പക്ഷേ അവൾക്ക് റിയൽ എക്സ്പീരിയൻസ് കുറവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളെ കാലി ചവിട്ടി അവൾ നേരെ താഴത്തേക്ക് ഇടാൻ പോകുന്നുണ്ടെങ്കിൽ അവൾ താഴത്ത് വീഴാതെ തന്നെ തൻ്റെ സ്പിയറിൽ കുത്തി ബാക്കിലേക്ക് തെറിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എഴുന്നേക്കും ചെയ്യേ, ഗൈസ് ബാക്കപ്പ് ചെയ്തോ, ഞാനിവിടെ ഒരു അരീനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. അരീനയോ? ഇതൊരു ഡെത്ത് മാച്ച് ഒന്നുമല്ലല്ലോ, ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ അല്ലേ? കോമ്പറ്റീഷൻ ആയിരിക്കും, പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് യുദ്ധത്തിലാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ എന്തിനും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈ നേരെ താഴത്തേക്ക് വെച്ചിട്ട് പറയും ചെയ്യും, ഇവിടെ ഒരിക്കലും ബൗണ്ടറീസ് ഇല്ല, കാര്യം ഇത് യുദ്ധമാണ്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു വലിയൊരു കൂട് അവൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ആർത്തറും അവനും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ആർത്തർ മനസ്സിലായിരിക്കുന്നുണ്ട്, യുദ്ധമാണ് ഇവിടെ കൂടില്ലെന്ന് പറഞ്ഞിട്ട് ദേ ഒരു കൂട്ടിൻ്റെ അകത്തല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ ഇങ്ങനെ കുറേ അധികം ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പവർഫുള്ളാണ് കുറച്ചധികം അലൈസിന. ഇനി എന്തായാലും ഞാൻ സീരിയസ് ആകാൻ ടൈമായിരിക്കുന്നു. സോൾജേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അവരാരും സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു വിക്ടറി അല്ലല്ലോ, ഒരു ലാൻസ് എന്ന രീതിയിൽ ഞാനും അത് തന്നെയാണ് ഇവരെ കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു വാരിയർ ആയാലും ഒരു ഹയർ സ്റ്റാറ്റസ് ആണെങ്കിലും എന്തൊക്കെ വന്നാലും യുദ്ധം തന്നെയാണ്, ഒരു ഡ്യുവൽ തന്നെയാണ്. അതൊരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് നിന്നുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. ഈ ഒരു നേഷനിലുള്ള പല ആൾക്കാരും ഇവിടെയുള്ള സോൾജേഴ്സിനാണ് വിശ്വസിക്കുന്നത്. സോ അവർ അത്ര കേപ്പബിൾ ആയിരിക്കില്ലേ. എൻ്റെ പഴയ ലൈഫിലെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ സോൾജേഴ്സിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ആർത്തർ അവളുമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ചെറുതായിട്ട് അവൾ നേരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവളുടെ മാൻ വെച്ച് നോക്കാറുണ്ട് അവൾ അത്യാവശ്യം നന്നായിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്റ്റ് വേൾഡ് വെച്ച് നോക്കാറുണ്ട് ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ്. ഞാൻ ഈ വേൾഡിൽ കുറച്ചധികം മിസ്റ്റേക്സ് ചെയ്തിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എപ്പിയോത്തിസിലേക്ക് ചെന്നപ്പോഴാണ് ആശ്രയ ഭാഗത്ത് നിന്ന് ട്രെയിനിങ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുമാത്രം അതപ്പതിച്ച് നിൽക്കുവാണെന്ന് പറയുന്ന നെക്സ്റ്റ് സെക്കൻഡിലാണ് പെട്ടെന്ന് ഒരു സൗണ്ട് അവൾ ഉണ്ടാക്കുന്നത്. ഇതേ കഴിക്കാനായിട്ടുണ്ട്, വേഗം വന്ന് കഴിച്ചോ, ചൂട് പോകുന്നതിന് മുമ്പ് കഴിച്ചോ, അല്ലെങ്കിൽ എൻ്റെ ഇതും എല്ലാം കേൾക്കൊന്നും കൊണ്ട് അവൾക്കടുത്ത് ബഹളം ഉണ്ടാക്കി. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവരെല്ലാവരും അവിടേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്ത് നേരത്തെ കാണിച്ച രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട്. ആ ടൈമിൽ ആർത്തറും അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയും ചെയ്യും, ബാ പൊങ്ങ്, എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. ശരിയാണ്, നല്ലൊരു ഫൈറ്റ് എന്ന് പറഞ്ഞ് അവളാട്ടെ മൊഹം ഒടിച്ച് കളയുന്നുണ്ട്. ആർത്തർ വേഗം വരാൻ നോക്ക്, അല്ലെങ്കിൽ മിസ് നല്ല വഴക്ക് പറയുന്നിടത്ത് സിൽവിയും ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമാണ്. അവരെല്ലാവരും ആട്ടും പാട്ടവും അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. സെഡ്രി പെട്ടെന്ന് തന്നെ എല്ലാവരോട്ടും കമ്പനിയാകുമല്ലേ. അതെ, അവൾ വന്നപ്പോൾ തന്നെ അങ്ങനെയാണ്. കൊച്ചായിരുന്നപ്പോൾ തന്നെ അവളുടെ ഫാമിലി എങ്ങനെയാണെങ്കിലും അവൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരോട്ടും കമ്പനിയാക്കാനേ നോക്കത്തുള്ളൂ. അവളുടെ ഫാമിലി അല്ല, അവളിപ്പോൾ ജോയിൻ ചെയ്തത് അവളുടെ ഫാമിലി കാരണമാണോ? ഒരിക്കലും അല്ല. അവൾക്ക് നമ്മൾ എന്തുമാത്രം ഹെൽപ്പ് കൊടുത്താലും അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞാൻ എത്ര ഹെൽപ്പ് കൊടുത്താലും അവൾക്ക് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ നീ നിൻ്റെ ലൈഫ് റിസ്ക് ചെയ്ത് അവൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നീ പറഞ്ഞിരുന്നു? അങ്ങനെയൊന്നുമില്ല, അതിനെനിക്കവൾ ഇഷ്ടമൊന്നുമില്ല. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ നിനക്ക് അവൾ ഇഷ്ടമാണെന്ന്. പെട്ടെന്നായിരുന്നു അവൾ മുമ്പേ എന്നിട്ട് പറഞ്ഞത്. നിങ്ങൾ രണ്ടും എപ്പോഴാണ് ഇത്ര ക്ലോസ് ആയി മാറിയത്? അത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ആർത്തിൻ്റെ വാഹനം പൊത്തിപ്പിടിച്ചിട്ട് പറയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ ഗൈ സ്റ്റോക്കാണ്. ഞങ്ങളിത് അവിടെ നിൽക്കുന്ന കോഞ്ചേഴ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. അവരെ നോക്കിയാൽ അവർ ശരിക്കും ക്യൂട്ടല്ലേ? ക്യൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുടീനാണല്ലേ? എനിക്ക് മനസ്സിലായി. ഇടയിൽ അങ്ങനെയല്ല, അവർ ശരിക്കും യങ്ങാണ്. ഈ സമയത്ത് തന്നെ സിൽവയും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ വന്നിട്ട് പറയുന്നത്, നീ ശരിക്കും യങ്ങാണെങ്കിലും നീ അടിപൊളിയാണല്ലോ, നിൻ്റെ സ്പാർ ഞാൻ ശരിക്കും നേരത്തെ കണ്ടിരുന്നു. മോർ ഇമ്പോർട്ടൻ്റ്ലി ഞാൻ നിന്നെ ക്യാപ്റ്റൻ ഗ്ലോറിയുടെ ടെന്നിൽ നിന്ന് വരുന്നതും കണ്ടിരുന്നു. സോ നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ ബോൺസൊക്കെ കുറച്ച് ലൂസായിട്ടിരിക്കുവാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ ഒരു അവസ്ഥയിലല്ല. അവസ്ഥയിൽ നിന്ന് നോക്കിയൊന്നും വേണ്ട, നിനക്ക് എന്നെ ഷെഫ് ആസ്ട്രിയ എന്ന് വിളിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സിമ്പിൾ കുക്ക് മാത്രമാണ്. സിമ്പിൾ കുക്കോ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു സിമ്പിൾ കുക്കായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഡ്യൂവൽ ചെയ്യണമെന്നാണ് നീ പറയുന്നത്. എന്തേ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.